കടുത്ത ഇന്ധന പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ക്യൂബയിൽ പരിഭ്രാന്തി പരത്തി എണ്ണ ശുദ്ധീകരണശാലയിലുണ്ടായ തീപിടുത്തം. തലസ്ഥാനമായ ഹവാനയിലെ നിക്കോലോപ്പസ് റിഫൈനറിയിലാണ് വെള്ളിയാഴ്ച തീപിടുത്തമുണ്ടായത്. റിഫൈനറിയിൽ നിന്ന് കറുത്ത പുക ആകാശത്തേക്ക് ഉയരുന്നത് ദൂരപ്രദേശങ്ങളിൽ നിന്ന് പോലും ദൃശ്യമായിരുന്നു. ഹവാന ബേയിൽ 2 എണ്ണക്കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നതിന് തൊട്ടടുത്താണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും തീ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചുവെന്നും ക്യൂബൻ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ അമേരിക്ക തടഞ്ഞതോടെയാണ് ക്യൂബയിൽ ഇന്ധനക്ഷാമം രൂക്ഷമായത്. ക്യൂബയുടെ പ്രധാന സഖ്യകക്ഷിയായ വെനസ്വേല പ്രതിദിനം 35,000 ബാരൽ എണ്ണയായിരുന്നു ദ്വീപ് രാഷ്ട്രത്തിന് നൽകിയിരുന്നത്. എന്നാൽ ജനുവരി 3-ന് വെനസ്വേലൻ മുൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ US സൈന്യം തടവിലാക്കിയതോടെ വിതരണ ശൃംഖല തകർന്നു. വൈദ്യുതി നിയന്ത്രണം ആശുപത്രിയിലെ എമർജൻസി വാർഡുകളുടെയും ഡയാലിസ് രോഗികളെയും സാരമായി ബാധിച്ചു. ഏവിയേഷൻ ഇന്ധനത്തിന്റെ കുറവ് മൂലം പല വിമാന കമ്പനികളും ക്യൂബയിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് ക്യൂബയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനായി സർക്കാർ റേഷനിംഗ് ഏർപ്പെടുത്തുകയും പൊതുസേവനങ്ങളും ഗതാഗതവും വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഉപരോധം ക്യൂബയിലെ ജനജീവിതം ദുസ്സഹമാക്കിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മെക്സിക്കോയിൽ നിന്ന് 800 ടൺ മാനുഷിക സഹായവുമായി 2 കപ്പലുകൾ ഹവാനയിൽ എത്തിയിരുന്നു. വാഷിംഗ്ടണിന്റെ ഈ സാമ്പത്തിക ഉപരോധം ക്രൂരമായ നടപടിയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ മനുഷ്യാവകാശ വിദഗ്ധർ വിമർശിച്ചു. നിലവിലെ സാഹചര്യത്തിൽ UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1960 മുതൽ അമേരിക്ക ക്യൂബയ്ക്ക് മേൽ സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ ഏർപ്പെടുത്തി വരികയാണ്.